എല്ലാവർക്കും നമസ്കാരം. ഭജഗോവിന്ദത്തിന്റെ മൂന്നാമത്തെ സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാൻ നേരത്തെ അറിയിച്ചിരുന്നത് പോലെ ഇതൊരു ലൈവ് ക്ലാസ് റെക്കോർഡിംഗ് അല്ല. ക്ലാസ് സമയത്ത് സാങ്കേതിക പ്രശ്നങ്ങളാൽ റെക്കോർഡിംഗ് തടസ്സപ്പെട്ടതുകൊണ്ട് നമ്മൾ റെക്കോർഡിംഗിന് വേണ്ടി മാത്രമായിട്ട് എടുക്കുന്ന ഒരു സെഷനാണ്. അതുകൊണ്ടുള്ള ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ ഒരുപക്ഷേ ക്ലാസിന്റെ അത്ര തന്നെ ദൈർഘ്യം ഇതിനുണ്ടാവുകയില്ല. പിന്നെ ഇതിനെന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അത് മറ്റൊന്നുമല്ല, ക്ലാസ് സമയത്ത് ലൈവ് ക്ലാസ്സിൽ ഉണ്ടാകുന്ന ആ ഒരു സ്പോണ്ടേനിറ്റി ഞാനും എന്നെ കേൾക്കുന്നവരും, പറയുന്നവനും കേൾക്കുന്നവനും തമ്മിലുള്ള ആ ഒരു തത്സമയ ബന്ധത്തിന്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന ഒരു സ്പോണ്ടേനിറ്റിയുടെ കുറവ് ചിലപ്പോൾ വന്നേക്കാം. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. നമുക്കെന്തായാലും നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പം ഭജഗോവിന്ദത്തിന്റെ മൂന്നാമത്തെ സെഷനാണ്. നമ്മൾ ആദ്യത്തെ 3 സ്റ്റാൻസ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. 3 ശ്ലോകങ്ങൾ. ആദ്യത്തെ ശ്ലോകത്തിൽ സംപ്രാപ്തേ സന്നിഹിതേ കാലേ അല്ലെ, മരണസമയത്ത് നമ്മളെ സഹായിക്കാൻ പോകുന്നതെന്ത്? മരണസമയത്ത് അപ്രസക്തമായി പോകുന്നതെന്ത്? നിഷ്പ്രഭമായി പോകുന്ന അറിവ്, 2 തരം അറിവുകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. എന്തുകൊണ്ട് നമ്മൾ ഈശ്വരനെ ആരാധിക്കണം, ഈശ്വരനിൽ സമർപ്പിക്കണം, വിശ്വസിക്കണം എന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്തു. തുടർന്നുള്ള 2 ശ്ലോകങ്ങളിൽ ധനാഗമ തൃഷ്ണ, അതിന്റെ അരുതായ്മകളെക്കുറിച്ചും കാമാവേശം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കാമാവേശത്തെ എപ്രകാരം മറികടക്കാം എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തു. ഇപ്രകാരമൊക്കെ നമ്മൾ സാധനാമാർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അർത്ഥകാമങ്ങളെ നിയന്ത്രിച്ച് യഥാർത്ഥ ജ്ഞാനത്തിന്റെ പ്രസക്തി മനസ്സിലാക്കി നമ്മൾ സാധനാമാർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ആദ്യത്തെ ബോധ്യത്തെ കുറിച്ചിട്ടുള്ളതാണ് ഈ ശ്ലോകം. ഒരാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ ബോധ്യം, നമ്മൾ സാധന ചെയ്തു തുടങ്ങിയാൽ നമുക്കുണ്ടാകുന്ന ആദ്യത്തെ ബോധ്യം എന്താണ്? ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് അവിടെ നമ്മൾ വേർപെട്ടു തുടങ്ങുന്നു. ഈ സാധാരണ ലോകത്തിൽ നിന്ന് നമ്മൾ മാറി നടന്ന് തുടങ്ങുന്നു. ഈ ഒരു ബോധ്യം വന്നതോടുകൂടി നമ്മൾ ഈ ലോകത്തിൻ്റെതല്ലാതായി കഴിഞ്ഞു. നമ്മൾ മറ്റൊരു ലോകത്തേക്കുള്ള ആദ്യത്തെ ചുവട് വെച്ച് കഴിഞ്ഞു. ആദ്യത്തെ ചുവട് വെക്കുന്ന ഒരാൾക്കുണ്ടാകാവുന്ന വെളിപാടാണ് 4ാമത്തെ ഈ ശ്ലോകം. നമുക്കാദ്യം ശ്ലോകം ഒന്ന് പരിചയപ്പെടാം. ആചാര്യസ്വാമികൾ പറയുകയാണ്, നളിനീ ദളഗത ജലമതിതരളം തദ്വത് ജീവിതമതിശയ ചപലം വിധി വ്യാധ്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം. എന്താണ് സ്വാമികൾ പറയുന്നത്? താമരയുടെ ഇലയിൽ വീണ് തുള്ളിക്കളിക്കുന്ന ജലത്തുള്ളി പോലെ അല്ലെ, നമ്മള് കുളത്തിലും പുഴയിലുമൊക്കെ വിടർന്നു നിൽക്കുന്ന, തോടിലുമൊക്കെ വിടർന്നു നിൽക്കുന്ന താമര, അതിന്റെ ചുവട്ടിലായിട്ട് വിശാലമായ ഒരു ഇലയുണ്ടാകും. ആ ഇലയിൽ ഏതാനും തുള്ളി വെള്ളം നൃത്തം ചെയ്യുന്നുണ്ടാകും. ഏത് നിമിഷം വേണമെങ്കിലും അത് പുഴയിലേക്കോ തോട്ടിലേക്കോ കുളത്തിലേക്കോ വീണ് ലയിക്കാം. അപ്പോൾ നളിനി ദളഗതം ജലം അതിതരളം, അത് അതീവ തരളമാണ്. ഏത് നിമിഷം വേണമെങ്കിലും അത് അപ്രത്യക്ഷമാകാം. അതിന്റെ അസ്തിത്വം അത്രയേ ഉള്ളൂ, അത്ര നിസ്സാരമാണ്. തദ്വത് ജീവിതം അതിശയ ചപലം. ജീവിതവും, നമ്മുടെയൊക്കെ ജീവിതവും അതുപോലെ അതിശയകരമാം വണ്ണം അസ്ഥിരമായിരിക്കുന്നു, ഇംപെർമനന്റ് ആയിരിക്കും. ഗംഭീരമായ ഒരു ആശയത്തിലേക്കാണ് അദ്ദേഹം നമ്മളെ, ആശയമല്ല, അതൊരു ദർശനമാണ്. കേൾക്കുമ്പോൾ ലളിതമെന്ന് തോന്നാം, അനുഭവിക്കാൻ ബുദ്ധിമുട്ടേറിയ ഒരു ദർശനം. അദ്ദേഹം പറയുന്നു, വിധി വ്യാധ്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം. അറിയുക, ഈ ലോകം എന്ന് പറയുന്നത് വ്യാധിയാലും, വ്യാധി എന്ന് പറഞ്ഞാൽ രോഗത്താലും അഭിമാനത്താലും ഗ്രസ്തമാണ്, അതിന്റെ പിടിയിലാണ്. അഭിമാനം എന്നുള്ളത് ഇവിടെ അഹങ്കാരം, അഹംബോധം, ഞാൻ വേറിട്ടതാണെന്നുള്ള തെറ്റായ ചിന്ത, തെറ്റായ ധാരണ.
ഈ പ്രപഞ്ചത്തിൽ ഞാൻ വേറിട്ട് നിൽക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു നിൽക്കുന്നു എന്നുള്ള ധാരണയാണ് അഹന്ത. മറ്റൊന്നുമല്ല അത്. ലോകം ശോകഹതം ച സമസ്തം. ഇതാണ് ലോകത്തിന്റെ ദുഃഖം. എന്താണ് ദുഃഖം? ഒന്ന് ശരീരത്തിനുണ്ടാകാവുന്ന ദുഃഖങ്ങൾ. മറ്റൊന്ന് മനസ്സിന്റെ വ്യാധി. എന്താണ് മനസ്സിന്റെ വ്യാധി? നമ്മളൊക്കെ വിചാരിക്കും മനോരോഗമുള്ളവരാണ് മനസ്സിന് വ്യാധിയുള്ളവരെന്ന്. അങ്ങനെ പ്രത്യേകിച്ചൊരു മനോരോഗം ആവശ്യമില്ലെന്നാണ് ആത്മീയ പരിപ്രേക്ഷ്യം. ആത്മീയ കാഴ്ചപ്പാടിൽ എന്താണ്? മനസ്സിന് പ്രത്യേകിച്ചൊരു രോഗത്തിന്റെ ആവശ്യമില്ല. മനസ്സ് തന്നെ ഒരു രോഗാവസ്ഥയിലാണ്. ആ രോഗത്തിന് പറയുന്ന പേരാണ് അഹംബോധം. ഇതാണ് ആ ശ്ലോകത്തിന്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം. നമുക്കിതിന്റെ ഒരു മനനത്തിലേക്ക് പ്രവേശിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു അർത്ഥകാമങ്ങളുടെ സാങ്കത്യം മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ അപ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സാധനാമാർഗത്തിലേക്ക് മുന്നേറുമ്പോൾ, മനസ്സ് നിശ്ചലമായി തുടങ്ങുമ്പോൾ, മനസ്സ് ശുദ്ധമായി തുടങ്ങുമ്പോൾ, മനസ്സ് ഏകാഗ്രത പ്രാപിച്ചു തുടങ്ങുമ്പോൾ നമുക്കുണ്ടാകാവുന്ന ആദ്യത്തെ ബോധ്യത്തിന്റെ പേരാണ് അസ്ഥിരത, ഇംപെർമനൻസ്. ഈ ഇംപെർമനൻസിൽ നിന്നാണ് എല്ലാ തത്വദർശനങ്ങളും ജനിച്ചിട്ടുള്ളത്. എല്ലാ തത്വദർശനങ്ങളുടെയും മാതാവ് എന്ന് പറയുന്നത് ആരാണ്? ഇംപെർമനൻസ് ആണ്. പാശ്ചാത്യമായിക്കോട്ടെ, പൗരസ്ത്യമായിക്കോട്ടെ, ഇത്തരത്തിലുള്ള വിഭജനങ്ങളൊന്നും ആരുടെയും മനസ്സിൽ ഇല്ലാതിരിക്കട്ടെ. പാശ്ചാത്യ ദർശനങ്ങളുടെ മാതാവാണ് ഇംപെർമനൻസ്. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവര് ദാർശനികരായത്. പക്ഷെ അവർക്ക് എവിടേക്ക് മുന്നേറാൻ സാധിച്ചില്ല? ഒരാത്മാവുണ്ട് എന്നുള്ളതിലേക്ക് അവർക്ക് മുന്നേറാൻ സാധിച്ചില്ല. പകരം ഈ ലോകം അസ്ഥിരമാണെന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട്. അത്രയും അവർ മുന്നേറിയിട്ടുണ്ട്. പൗരസ്ത്യതയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയണ്ട. വേദാന്ത ദർശനമായാലും, വേദാന്തം എന്ന് ഞാൻ പറയുമ്പോൾ എല്ലാം പെടും കേട്ടോ. ഷഡ്ദർശനങ്ങളും പെടും, ശൈവ സിദ്ധാന്തങ്ങളും പെടും, എല്ലാം. അതിന്റെ എല്ലാം മൂലക്കല്ലായിരിക്കുന്നത് ലോകം അസ്ഥിരമാണ്. ലോകത്ത് ശാശ്വതമായിട്ടൊന്നുമില്ല. ശാശ്വതമായിട്ട് നമുക്ക് ഇതിൽ നിലയുറപ്പിക്കാൻ സാധിക്കുകയില്ല. ഇത് ഒഴുകുന്ന ഒരു പുഴ പോലെയോ, ചിന്നിച്ചിതറിപ്പോകുന്ന ഒരു മേഘം പോലെയോ, ഒരു നീർക്കുമിള പോലെയോ ക്ഷണികമാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് എല്ലാ ദർശനങ്ങളും പിറവി കൊള്ളുന്നത്. പിന്നെ തുടർന്നുള്ള അന്വേഷണമാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതുകൊണ്ട് നമ്മൾ എങ്ങനെ ജീവിക്കണം, അതുകൊണ്ട് നമ്മൾ എന്ത് അന്വേഷിക്കണം, എന്താണ് നമ്മളുടെ ശാശ്വതമായ സ്വരൂപം. ഇപ്പോ ആത്മാവിനെ കുറിച്ച് പറയുന്ന വേദാന്താദി ദർശനങ്ങളായാലും ബൗദ്ധ ജൈന ദർശനങ്ങളായാലും ലോകത്തിന്റെ അസ്ഥിരതയെക്കുറിച്ച് ഇവർക്കെല്ലാം ഒരൊറ്റ കാഴ്ചപ്പാടാണ്. വാസ്തവത്തിൽ ഇതൊന്നും തമ്മിൽ അനുഭവത്തിൽ വ്യത്യാസമില്ല. വാക്കുകളുടെ ഉപയോഗത്തിൽ മാത്രമേ അവർ തമ്മിൽ എവിടെയെങ്കിലും വേറിട്ട് നിന്നിട്ടുള്ളൂ. നമുക്ക് ഭാരതത്തിന്റെ 2 ആണിക്കല്ലുകളായിട്ടുള്ള അല്ലെങ്കിൽ 2 പില്ലറുകളായി ഭാരതീയതയെ താങ്ങി നിർത്തുന്ന 2 മഹാഗ്രന്ഥങ്ങളുടെ വെളിച്ചത്തിലേക്ക് വരാം. അതൊന്ന് മറ്റൊന്നുമല്ല, നമ്മളുടെ സ്വാതന്ത്ര്യ സമരത്തെ പോലും അതിനുപോലും ഇന്ധനം പകർന്ന, ജ്വലിപ്പിച്ചു നിർത്തിയ ഭഗവത്ഗീതയാണ്. മറ്റൊന്ന് ഭാഗവതമാണ്. ഭഗവത്ഗീത ഹൗ ടു ലിവ്, എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ചപ്പോൾ അതിന്റെ ശ്രോതാവും അധികാരിയും ആരായിരുന്നു? അർജുനനായിരുന്നു. ഭാഗവതം നമ്മളെ പഠിപ്പിച്ചത് എന്താണ്? ഹൗ ടു ലീവ്, എങ്ങനെ ഇവിടെ നിന്ന് പോകാം, എങ്ങനെയാണ് എക്സ്ഫിൽട്രേറ്റ് ചെയ്യേണ്ടത്, അല്ലെ? അതാ പിന്നെ സൈനികരൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാ എക്സ്ഫിൽട്രേറ്റ്. ഇൻഫിൽട്രേറ്റ് ആൻഡ് എക്സ്ഫിൽട്രേറ്റ്. എങ്ങനെ അകത്തേക്ക് പ്രവേശിക്കാം, എങ്ങനെ പുറത്തേക്ക് പ്രവേശിക്കാം, പുറത്തേക്ക് ഇറങ്ങാം. ഈ ലോകം ഒരു ചക്രവ്യൂഹമാണെങ്കിൽ ചക്രവ്യൂഹം ഭേദിച്ചുകൊണ്ട് നമ്മൾ അകത്തേക്ക് വരുന്നു. പക്ഷെ പുറത്തേക്ക് പോകാൻ നമുക്കറിയുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, മരിക്കുന്നതിന്റെ കല, ദ ആർട്ട് ഓഫ് ഡൈയിങ് നമുക്കറിയില്ല. മരണം എന്ന കല നമുക്കറിയില്ല. മരണത്തെ ഭയന്ന് ഒരു ദിവസം നമ്മൾ അങ്ങ് മരിക്കുക. ആ മരിക്കുന്നതിന് മുമ്പ് അനവധി തവണ നമ്മൾ മരിച്ചിട്ടുണ്ട്. എങ്ങനെ? ഭയന്ന്. അങ്ങനെയുള്ള മനുഷ്യർക്ക് ഒരു മഹത്തായ മാതൃകയാണ് ഭാഗവതം സമ്മാനിച്ചത്. മരണത്തെ ഭയന്ന് പേടിച്ച് പുറകോട്ട് പോകുന്ന മനുഷ്യരെ ധൈര്യത്തോടുകൂടി മുമ്പോട്ട് വാ മക്കളെ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമാണ് എന്ത്? ഭാഗവതം. ഭാഗവതം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഹൗ ടു ഡൈ ഗ്രേസ്ഫുള്ളി, ഹൗ ടു ഡൈ ഗ്ലോറിയസ്ലി.
അതിമനോഹരമായി എങ്ങനെ ഈ ലോകത്ത് നിന്ന് പിൻവാങ്ങാം? പരീക്ഷിത്ത് മഹാരാജാവ്, നമ്മുടെയൊക്കെ പൂർവികനായ പരീക്ഷിത്ത് മഹാരാജാവ്, അദ്ദേഹത്തിന്റെ മുത്തച്ഛനേക്കാൾ, അദ്ദേഹത്തിന്റെ അച്ഛനേക്കാൾ, അദ്ദേഹത്തിന്റെ പിതാമഹന്മാരെക്കാൾ ജ്വലിച്ചു നിൽക്കുന്ന ഒരു ഏടാണ് പരീക്ഷിത്ത്. കൗരവർക്കോ പാണ്ഡവർക്കോ, പാണ്ഡുവിനോ അർജുനനോ അഭിമന്യുവിനോ സാധിക്കാത്തത് പരീക്ഷത്തിന് സാധിച്ചു. കൃഷ്ണന്റെ സാമീപ്യമുള്ള അർജുനന് പോലും അത്തരമൊരു ഗ്ലോറിയസ് ഡെത്ത് കിട്ടിയില്ല. എന്നാൽ പരീക്ഷിത്ത് തന്റെ മരണത്തെ അതിമനോഹരമായ ഒരു കവിത പോലെ സുന്ദരമാക്കി, ഒരു തത്വചിന്തയാക്കി കളഞ്ഞു. അതിന് തത്വദർശനം. വരാനിരിക്കുന്ന ഈ ഭൂമി ഉള്ളിടത്തോളം കാലം അതിന്റെ മാറ്റൊലികൾ ഇവിടെ നിന്ന് പോവുകയില്ല. എന്തായിരുന്നു ആ കഥ? നമുക്കറിയാം, കാട്ടിൽ വേട്ടയാടാൻ പോയതാണ് പരീക്ഷിത്ത്. പരീക്ഷിത്ത് അപ്പോഴാണ് ഒരു മുനിയുടെ ആശ്രമത്തിലെത്തുകയും, ദാഹിച്ചു വലഞ്ഞ് ഒരു മുനിയുടെ ആശ്രമത്തിലെത്തുകയും സമാധിയിലാണ് ഇരിക്കുന്നതെന്ന് തിരിച്ചറിയാതെ അദ്ദേഹത്തെ കുലുക്കി ഉണർത്താൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ മൗനവ്രതത്തിലും സമാധിയിലും ആഴ്ന്നിരുന്ന ആ മഹാമുനിക്ക് മറുപടി ഒന്നും കൊടുക്കാൻ സാധിച്ചില്ല. രാജാവിന്റെ ചോദ്യങ്ങൾ, വെള്ളം വേണമെന്നുള്ള രാജാവിന്റെ ആവശ്യത്തിന് മറുപടി ഒന്നും പറയാൻ സാധിച്ചിരുന്നില്ല. ഇത് കണ്ട് കുപിതനായ രാജാവ് അവിടെ ചത്തുകിടന്ന ഒരു പാമ്പിനെ എടുത്ത് ഈ മഹർഷിയുടെ കഴുത്തിൽ അണിയിച്ചു. അദ്ദേഹത്തെ അപമാനിച്ചു. ശേഷം തിരിച്ചുപോയി. തന്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. ഈ മഹർഷിയുടെ മകൻ തന്റെ കുടിലിൽ എത്തുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? തന്റെ പിതാവ്, മഹാനായ തന്റെ പിതാവ് അപമാനിക്കപ്പെട്ടിരിക്കുന്നു. സമാധിയിലിരിക്കുന്ന തന്റെ പിതാവിനെ അപമാനിക്കാൻ എന്നവണ്ണം അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരു ചത്ത പാമ്പിനെ എടുത്തു തൂക്കിയിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഇത് മുനികുമാരന്റെ ചെവിയിൽ എത്തിച്ചിട്ടുമുണ്ടായിരുന്നു. തൽക്ഷണം കുപിതനായ കുമാരൻ, തപശക്തിയുള്ള മുനികുമാരന്റെ ശാപം എന്തായിരുന്നു? ആ ശാപം, തക്ഷകൻ, ദ കിങ്, നാഗരാജാവായ തക്ഷകന്റെ ദംശനമേറ്റ് 7 ദിവസം, ഇന്നേക്ക് 7ാം ദിവസം പരീക്ഷിത്ത് ദേഹം വെടിഞ്ഞിരിക്കും. എല്ലാം തകർന്ന അവസ്ഥ അല്ലേ? ഋഷി തന്റെ സമാധിയിൽ നിന്ന് ഉണർന്നപ്പോൾ കേട്ടത് ഇതാണ്. പറഞ്ഞു, സാഹസമായി പോയി മകനെ, അവിവേകമായി പോയി. ഇനി എന്തായാലും നിന്റെ ശാപം ഫലിക്കാതിരിക്കില്ലെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് പറയുന്നു, എത്രയും വേഗം ഈ വാർത്ത രാജാവിന്റെ ചെവിയിലെത്തിക്കുക എന്ന് പറയുന്നു. ഉടൻ തന്നെ ഒരു ശിഷ്യൻ കൊട്ടാരത്തിലെത്തി പരീക്ഷത്തിനെ കണ്ട് വിവരം ധരിപ്പിച്ചു. ഇന്നേക്ക് 7ാം ദിവസം തക്ഷകന്റെ ദംശനമേറ്റ് അങ്ങ് ദേഹം വെടിയും. ഇനി എന്താണ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ചെയ്തോളൂ. 7 ദിവസവും 7 രാത്രികളും മാത്രം. പരീക്ഷത്തിന്റെ തുടർന്നുണ്ടായ പ്രതികരണമാണ് നമ്മളെല്ലാം രക്ഷിച്ചത്. സത്യം പറഞ്ഞ ഇനി വരാൻ പോകുന്ന തലമുറകളെ രക്ഷിച്ചത് ആ മഹാരാജാവിന്റെ, ആ രാജർഷിയുടെ കൃത്യമായിട്ടുള്ള, രാജർഷിയാണോ എനിക്കറിയില്ല, അദ്ദേഹം എന്തായാലും പിന്നീട് രാജർഷി തന്നെയാണ്. അദ്ദേഹത്തിന്റെ കൃത്യമായ പ്രതികരണം എന്തായിരുന്നു? പ്രതികരണം, രാജ്യഭാരം നിമിഷം അദ്ദേഹം ഉപേക്ഷിച്ചു. വേണ്ടതെല്ലാം ചെയ്തതിന് ശേഷം, രാജ്യത്തെ സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിച്ചതിന് ശേഷം പരീക്ഷിത്ത് നേരെ ഗംഗയുടെ തീരത്തേക്ക് പോയി. ഗംഗയുടെ തീരത്തിരുന്നിട്ട് അദ്ദേഹത്തിന് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, മറ്റൊന്നുമില്ല. ഭാര്യ, കുഞ്ഞുങ്ങൾ, ഭാവി, തന്റെ രാജ്യം, കൊട്ടാരം, സമ്പത്ത്, ഒന്നുമില്ല. ഒരൊറ്റ ചോദ്യം മാത്രം അദ്ദേഹത്തിന്റെ ഉള്ളിൽ തുടിച്ചുകൊണ്ടിരുന്നു. എന്താണ് ആ ചോദ്യം? മരിക്കാൻ 7 ദിവസം മാത്രം അവശേഷിക്കുന്നു എന്ന് 100% ഉറപ്പുള്ള ഒരു മനുഷ്യൻ, അയാൾക്ക് എന്താണ് ശ്രേയസ്സേകുന്നത്? അയാൾക്ക് എന്താണ് ഇനി ചെയ്യാനുള്ളത്? ഇതായിരുന്നു പരീക്ഷത്തിന്റെ ചോദ്യം. ഈ ചോദ്യം എവിടെ നിന്ന് വന്നു? പൂർവജന്മ സുകൃതങ്ങളിൽ നിന്ന് വന്നു എന്ന് പറയേണ്ടി വരും. അത്രയൊന്നും തപസ്സോ സാധനയോ ശീലിച്ചിട്ടില്ലാത്ത പരീക്ഷത്തിന് കൃത്യമായി 7 ദിവസത്തിനുള്ളിൽ താൻ മരിക്കുമെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം ഉണ്ടായത് എന്താണ്? വിവേകം. നിത്യ വിവേകം. വിവേകവും വിരക്തിയും. വിവേകത്തിന്റെ ഇരട്ട സഹോദരനാണ് വിരക്തി. നമുക്ക് അനിത്യമായതിലുള്ള വിരക്തി, നിത്യതയോടുള്ള ആകർഷണം. അങ്ങനെ അദ്ദേഹം അവിടെ ആ ഗംഗയുടെ തീരത്ത് പോയിരുന്ന് അന്വേഷിക്കുകയാണ്. മരിക്കാൻ 7 ദിവസം മാത്രം അവശേഷിക്കുന്ന ഒരാൾ എന്താണ് ചെയ്യേണ്ടത്? അവിടേക്ക് ആരെത്തുന്നു? ശിഷ്യൻ തയ്യാറാകുമ്പോൾ ഗുരു പ്രത്യക്ഷമാകുന്നു എന്ന പ്രപഞ്ച നിയമത്തെ
സാധൂകരിച്ചുകൊണ്ട് വന്നെത്തിച്ചേരുന്നത് ആരാണ്? സാക്ഷാത് ശുകബ്രഹ്മർഷി, വ്യാസപുത്രൻ. അല്ലേ? വ്യാസനില്ലെങ്കിൽ നമ്മൾ ആരുമില്ല. വ്യാസനില്ലായിരുന്നെങ്കിൽ ഭാരതമില്ല. വ്യാസനില്ലായിരുന്നെങ്കിൽ എല്ലാം നമുക്ക് സമ്മാനിച്ചത് നമ്മുടെ ഇതിഹാസങ്ങളും, നമ്മുടെ വേദങ്ങളും, വേദത്തിനുള്ളിലുള്ള വേദാംഗങ്ങളും എല്ലാം മഹാപുരാണങ്ങളും എല്ലാം നമുക്ക് നൽകിയത് ആരാണ്? വേദവ്യാസ മഹർഷി. അദ്ദേഹത്തിന്റെ പുത്രനാണ് ശുകബ്രഹ്മർഷി. ശുകബ്രഹ്മർഷി വന്നിരിക്കുന്നു. 7 രാവും 7 പകലും അദ്ദേഹം എന്താണ് കേൾക്കേണ്ടത് അത് മാത്രം അവർ കേൾക്കുന്നു. അവർ പറയുന്നു. ശ്രോതാവായ പരീക്ഷിത്ത് അത് ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. എല്ലാ അധികാരങ്ങളുമുള്ള ലിസണിങ്ങിന് ശ്രവിക്കാൻ എല്ലാ അധികാരവുമുള്ള എന്താണ് അധികാരം? വിവേകവും വൈരാഗ്യവും മതി. വിവേകവും വൈരാഗ്യവും ചിത്തശുദ്ധിയും ഉണ്ടെങ്കിൽ നമ്മൾക്ക് കേട്ടാൽ മാത്രം മതി. വെറും കേൾവിയിലൂടെ നമ്മൾ മോചിപ്പിക്കപ്പെടും. വിവേകം അദ്ദേഹത്തിന് സിദ്ധിച്ചു കഴിഞ്ഞു. 7 ദിവസത്തിനുള്ളിൽ താൻ മരിക്കുമെങ്കിൽ ഈ ലോകം അനിത്യമാണ്. ഈ ലോകം അപ്രസക്തമാണ്. ഈ ലോകം ഒരു അസംബന്ധ നാടകമാണ്. താൻ ഇതുവരെ ആടിയ മുഴുവൻ ഒരു അസംബന്ധമായി തീരാൻ പോകുന്നു. അർത്ഥശൂന്യമായി തീരാൻ പോകുന്നു. പെർമനന്റ് ആയിട്ടുള്ളത് തന്റെ അഭാവമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ശാശ്വതമായിട്ടുള്ളത് തന്റെ അഭാവമാണെന്ന് തിരിച്ചറിഞ്ഞു. മരണം ഒരു യാഥാർത്ഥ്യമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ജീവിതം ഒരു സ്വപ്നമാണെന്നും മരണം ഒരു ഉണർച്ചയാണെന്നും അദ്ദേഹം തിരിച്ചറിയുന്നു. ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ക്ഷണികമായ നിമിഷമാണ് താൻ ജീവിതമെന്ന് കരുതിയതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹത്തിൽ വിവേകം ജനിച്ചത്. വിവേകത്തിൽ നിന്നും വിരക്തി ഉണ്ടായി. ഭൗതിക സമ്പത്തുകളോടും അദ്ദേഹത്തിന് വിരക്തി ഉണ്ടായി. അങ്ങനെ അദ്ദേഹം ശുകബ്രഹ്മർഷിയുടെ അടുത്തെത്തി. അത് ശ്രവിക്കുകയാണ്. ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുകയാണ്. 7ാമത്തെ ദിവസം തക്ഷകൻ എത്തുകയാണ്. ആരുടെ മുമ്പിൽ? പരീക്ഷത്തിന് മുമ്പിൽ. തക്ഷകൻ എത്തുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? മുമ്പിൽ മഹാരാജാവ് ഇരിക്കുന്നുണ്ട്. പരീക്ഷിത്ത് ഇരിക്കുന്നുണ്ട്. പരീക്ഷത്തിന് ദേഹം അവിടെയുണ്ട്. പക്ഷെ അദ്ദേഹം എപ്പോഴേ മോചിതനായി കഴിഞ്ഞിരിക്കും. ആ ശരീരം മാത്രം അവിടെയുണ്ട്. അതിന്റെ പ്രാരാബ്ധം ഏറ്റുവാങ്ങാൻ വേണ്ടി ആ ശരീരം സർവ്വഥാ തന്റെ വിധിയെ കാത്തിരിക്കുന്ന ആ ശരീരം മാത്രം അവിടെയുണ്ട്. അതിനുള്ളിൽ നിന്ന് പക്ഷി ചിറകിട്ട് പറന്നുയർന്നു കഴിഞ്ഞു. വാസ്തവത്തിൽ ദേഹി അനന്തവിഹായസിലേക്ക് പറന്നുയർന്നു കഴിഞ്ഞു. ഇനി തന്റെ ഒരു സ്പർശം മാത്രം മതി. എഴുതി വെക്കപ്പെട്ടതും പ്രവചിക്കപ്പെട്ടതും സത്യമായി തീരാൻ താനൊന്ന് സ്പർശിച്ചാൽ മാത്രം മതി എന്ന് തക്ഷകൻ. എത്ര മനോഹരമായ അന്ത്യമാണത്! എത്ര സമ്മോഹനമായ ഒരു പരിണാമഗുപ്തിയാണത്! തക്ഷകൻ വന്ന് സത്യം പറഞ്ഞാൽ സ്പർശിച്ച മാത്രയിൽ പരീക്ഷിത്ത് എത്തേണ്ടിടത്തെത്തുന്നു, വിലയിക്കുന്നു. അതിമനോഹരമായ ഒരു ജീവിതം, അതിമനോഹരമായ ഗഹനമായ പാഠങ്ങൾ വരും തലമുറകൾക്ക് വേണ്ടി പകർന്നു വെച്ചുകൊണ്ട് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുന്നു. ഇതാണ് അസ്ഥിരത മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. അസ്ഥിരത മനസ്സിലാക്കിയ ഒരു മനുഷ്യന്റെ ജീവിതം എന്താണ് എന്ന് നമ്മളോട് ചോദിച്ചാൽ രാമന്റെയോ കൃഷ്ണന്റെയോ കഥകൾക്ക് മുമ്പ് നമുക്ക് ഓർമ്മ വരേണ്ടത് പരീക്ഷിത്ത് മഹാരാജാവിന്റെ കഥയാണ്. അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതെ, പെട്ടെന്നൊന്നും കയറി ചെല്ലാൻ പറ്റില്ല. ആദ്യമൊക്കെ നമ്മൾ കാണുന്നതൊക്കെ യുദ്ധത്തിന്റെയും ഒക്കെ രാജകുമാരന്മാരുടെയൊക്കെ കഥകളാണ്. പക്ഷെ യഥാർത്ഥത്തിൽ വിവേകം വന്ന ഒരു മനുഷ്യൻ, യഥാർത്ഥത്തിൽ വിരക്തി വന്ന ഒരു മനുഷ്യൻ, യഥാർത്ഥത്തിൽ ഏകാഗ്രത സിദ്ധിച്ച ഒരു മനുഷ്യൻ, യഥാർത്ഥത്തിൽ ചിത്തശുദ്ധി വന്ന ഒരു മനുഷ്യൻ തന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് അറിയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അതിന്റെ നിതാന്ത മാതൃകയായിട്ട് പരീക്ഷിത്ത് അവിടെയുണ്ട്. പരീക്ഷിത്ത് മഹാരാജാവ് അതാണ് പിന്നീട് ഭാഗവതമായി മാറിയത്. പരീക്ഷത്തിന്റെ ആ പരീക്ഷണങ്ങളും അതിനോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും അതിനുശേഷമുണ്ടായ ജീവിതത്തിലെ സംഭവങ്ങളുമാണ് ഭാഗവതത്തിന്റെ പശ്ചാത്തലമെങ്കിൽ, ഭാഗവതത്തിന്റെ ഉള്ളടക്കമെങ്കിൽ, ആ ഭാഗവതത്തിനുള്ളിൽ പരീക്ഷത്തിനെ പോലും അപ്രസക്തമാക്കിക്കൊണ്ട് ഒരു രാജർഷിയുണ്ട്. ആ രാജർഷിയുടെ കൂടെ കഥ ഇതിനോട് ചേർത്ത് വെച്ചാലേ നമ്മുടെ പാഠം അവിടെ പൂർണ്ണമാകുന്നുള്ളൂ. എന്താണ് പരീക്ഷത്തിന്റെ കഥയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന, പരീക്ഷത്തിന്റെ കഥയെ പോലും അപ്രസക്തമാക്കുന്ന
ജ്വാജല്യമാനമായ ആ മഹാരാജാവിന്റെ കഥ എന്താണ്? അതാണ് ഖട്വാംഗ മഹാരാജ. ഈ കഥ നമ്മൾ ഒരിക്കലും മറന്നു പോകരുതാത്തതാണ്. ഈ കഥ ഊണിലും ഉറക്കത്തിലും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നെ വ്യക്തിപരമായി ഏറ്റവും സ്വാധീനിച്ച കഥയാണ് ഖട്വാംഗ മഹാരാജാവിന്റെ. അന്ന് അദ്ദേഹം ഒരു രാജാവാണ്. രാജകീയ ഭോഗങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം രാജർഷിയാണ്. ഖട്വാംഗ മഹാരാജാവിന്റെ കഥ ഇതാണ്. ഒരിക്കൽ ദേവലോകത്ത് ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം നടക്കുന്നു. അസുരന്മാരുടെ യുദ്ധ കരുത്തിനു മുമ്പിൽ പിടിച്ചു നിൽക്കാനായി ഇക്ഷ്വാകു വംശത്തിലെ ശ്രീരാമചന്ദ്രന്റെ വംശമായ ഇക്ഷ്വാകു വംശത്തിലെ ഖട്വാംഗ മഹാരാജാവിന്റെ സഹായം ദേവേന്ദ്രൻ അഭ്യർത്ഥിക്കുന്നു. മഹാരാജാവ് അത് സ്വീകരിക്കുന്നു. തുടർന്ന് ദേവലോകത്തെത്തിയ ഖട്വാംഗൻ അസുരന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ചോടിക്കുന്നു. ആയതിൽ സംപ്രീതനായ ദേവേന്ദ്രൻ വന്ന് ചോദിക്കുകയാണ്, അങ്ങ് ഞങ്ങൾക്ക് ചെയ്തു തന്നതിന് പകരമായി അങ്ങേക്കൊരു വരം ആവശ്യപ്പെടാം. എന്ത് വേണമെങ്കിലും, സ്വർണമോ ധനമോ ഗോക്കളോ ഭൗതികമായ എന്തും അങ്ങേക്ക് ആവശ്യപ്പെടാം. ആവശ്യപ്പെട്ടാൽ അത് നൽകിയിരിക്കും. രാജാവ് പറഞ്ഞു, എനിക്കതൊന്നും ആവശ്യമില്ല. അങ്ങനെ ഒരു വരമാണ് എനിക്ക് നൽകാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് വേണ്ടത് എന്താണ്? പരമമായ മുക്തിയാണ്, മോക്ഷമാണ്, ജനന മരണ ചക്രങ്ങളിൽ നിന്നുള്ള മോചനമാണ് എനിക്ക് ആവശ്യം. ജനന മരണ ചക്രങ്ങളിൽ നിന്നുള്ള മോചനം നൽകാൻ ഇന്ദ്രന് സാധിക്കുകയില്ല. ദേവതകൾക്ക് സാധിക്കുകയില്ല. ദൈവത്തിന് പോലും സാധിക്കുകയില്ല. കാര്യം അത് നമ്മളുടെ മാത്രം മഹത്വമാണ്. അത് ആത്മാവിന്റെ, ജീവന്റെ നിയോഗമാണ്. അവൻ ആഗ്രഹിക്കുന്ന പക്ഷം ഇവരുടെ ആരുടെയും സമ്മതമില്ലാതെ അവനത് കരഗതമാകാവുന്നതാണ്. ഒരു ദേവതകളുടെയും സഹായമില്ലാതെ മനുഷ്യന് അവകാശപ്പെട്ടതാണ് അവന്റെ മുക്തി, മോചനം എന്ന് പറയുന്നത്. പ്രയത്നിച്ച് നേടാം, പ്രാർത്ഥിച്ച് നേടാം, കാത്തിരുന്ന് നേടാം, അന്വേഷിച്ച് കണ്ടെത്താം. അങ്ങനെ ഒരുപാട് വിധാനങ്ങളുണ്ട്. ഏതായാലും ആ വരം നൽകാൻ സാധിക്കുകയില്ല. തന്റെ നിസ്സഹായ അവസ്ഥ ഇന്ദ്രൻ വെളിപ്പെടുത്തി. തുടർന്ന് എന്തേ ബാക്കിയുള്ളൂ? അദ്ദേഹം പറയുന്നു, ഇനി ഇതിന് പകരമായിട്ടൊന്ന് ചോദിച്ചോളൂ. ഇപ്പോൾ ചോദിച്ചതിന് പകരമായി മറ്റൊന്ന് ചോദിച്ചാൽ അങ്ങേക്ക് നൽകപ്പെടും. ഇവിടെയാണ് ഖട്വാംഗന്റെ ആത്മീയ ബുദ്ധി ഉണർന്ന് പ്രവർത്തിച്ചത്. ഖട്വാംഗൻ എന്താ ചെയ്തത്? ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചു. എന്തായിരുന്നു ആ ചോദ്യം? അതൊരു സ്പിരിച്വൽ ജീനിയസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ചോദ്യം. അങ്ങനെ ഒരേ ഒരു വരം മാത്രമേ ആവശ്യപ്പെടാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ ഒരാൾക്ക് ചോദിക്കാവുന്ന ചോദ്യം. എന്തായിരുന്നു അത്? ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്കൊരു കഥ ഓർമ്മ വരുവാണ്. ഞങ്ങള് ചിന്മയ മിഷനിലായിരുന്നപ്പോ, ഞാൻ ചിന്മയ മിഷനിലെ സ്റ്റുഡന്റ് ആയിരുന്നു. അവിടെ വേദാന്ത വിദ്യാർത്ഥിയായിരുന്നപ്പോ അവിടെ കേട്ട ഒരു കഥയാണ്. എന്നെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള കഥയാണ്. ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഈശ്വരനെ ഭജിച്ചു. പ്രത്യക്ഷപ്പെടുത്തി വരം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇവരുടെ ഭജനയിൽ സംപ്രീതനായ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഭക്തിയിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. നിങ്ങൾക്ക് 3 വരം, ഒന്നല്ല 3 വരം ചോദിക്കാം. ഇത് കേട്ട പാടെ ഭർത്താവ് ഇങ്ങനെ ചിന്തിക്കുക, എന്തൊക്കെ ചോദിക്കണം? 3 ചോദ്യങ്ങൾ. അപ്പൊ എങ്ങനെ ചോദിക്കാമെന്ന് ഇങ്ങനെ അദ്ദേഹം അഗാധമായ ചിന്തകളിലേക്ക് പോയ നിമിഷം ആ സ്ത്രീ ഉണ്ടല്ലോ, അവരൊരു പാവ സ്ത്രീ, നിഷ്കളങ്കയായ സ്ത്രീ. അവര് പറഞ്ഞു, എനിക്ക് ഒരു പ്ലേറ്റ് നിറച്ച് ഉഴുന്നുവട വേണം. അടുത്ത് നിന്നാ അപ്പോൾ തന്നെ ഈശ്വരൻ എന്ത് ചെയ്തു? തഥാസ്തു, നിങ്ങൾക്ക് ഒരു പ്ലേറ്റ് നിറച്ച് ഉഴുന്നുവട കിട്ടട്ടെ. തൊട്ട് മുമ്പിൽ ഉഴുന്നുവട വന്നു. ഇത് കണ്ട ഭർത്താവിന് നല്ല ദേഷ്യം വന്നു. കാര്യം ഉഴുന്നുവടയൊക്കെ ഇവിടെ ഉള്ള സംഗതിയാ. നമ്മൾ ചോദിക്കുമ്പോൾ അതുപോലുള്ള എന്തെങ്കിലും വേണ്ടേ ചോദിക്കാൻ? അദ്ദേഹം എന്ത് ചെയ്തു? ദേഷ്യം വന്നു. ഭാര്യയുടെ ഈ മണ്ടത്തരം കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, എന്നാ അവളുടെ മൂക്കും കൂടെ വടയാക്കി കൊടുത്തു. അവൾക്ക് വട അത്ര ഇഷ്ടമാണെങ്കിൽ ഭഗവാനെ അവളുടെ മൂക്കും കൂടെ വടയാക്കി കൊടുക്ക് എന്ന് പറഞ്ഞു. ദേഷ്യം കൊണ്ട് പറഞ്ഞതാ. ഒരു നിമിഷത്തെ ദേഷ്യം കൊണ്ട് പറഞ്ഞതാ. ഭഗവാൻ പറഞ്ഞു, തഥാസ്തു. നോക്കുമ്പോ എന്തുണ്ട്? ഭാര്യയുടെ മൂക്ക് വട പോലെയായി. അല്ല, വട തന്നെയായി. ആകെ പ്രശ്നമായി. എന്താണ്? ദേഷ്യം പെട്ടെന്ന് താഴെ പോയി. ദേഷ്യം താഴെ പോയി കഴിഞ്ഞ് ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ
വടയാണ്. മുഖം നിറച്ച് ഒരു വലിയ വട. എന്ത് ചെയ്യാനാ? അവസാനം ഇവർക്ക് പ്രാർത്ഥിക്കേണ്ടി വന്നു. വരം ചോദിക്കേണ്ടി വന്നു. എന്ത്? ഈ മുഖത്തെ പഴയപടി ആക്കി കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കേണ്ടി വന്നു. പ്രാർത്ഥിച്ച പാടെ ഭഗവാൻ പറഞ്ഞു, തഥാസ്തു. അങ്ങനെ മുഖത്ത് നിന്ന് ആ വട അപ്രത്യക്ഷമായി. പക്ഷെ എന്താ സംഭവിച്ചത്? 3 വരങ്ങളും തീർന്നു. ആദ്യത്തെ വരം ഒരു വടയ്ക്ക് പോയി. രണ്ടാമത്തെ വരം മൂക്കിന് പകരമുള്ള വടയ്ക്ക് പോയി. മൂന്നാമത്തെ വരം മൂക്ക് പഴയപടി ആക്കാനുള്ള വരമായി തീർന്നു. അങ്ങനെ 3 അവസരങ്ങളും നഷ്ടമായി. അവസാനം എന്താ കിട്ടിയത്? ഒരു പ്ലേറ്റ് നിറച്ച് ഉഴുന്നുവട. ഇതൊക്കെയാണ് നമ്മളുടെ അവസ്ഥ. പ്രപഞ്ചം വന്ന് മുമ്പിൽ നിന്ന് വരം ചോദിക്കുമ്പോ നമുക്ക് ചോദിക്കാനുള്ളത് ഇതൊക്കെയാണ്. വട. സത്യം പറഞ്ഞാൽ ഈ വട എന്ന് പറയുന്നത് ഒരു ബിംബമാണ്. നമ്മൾ ഈ ലോകത്ത് എന്ത് ചോദിച്ചാലും അത് ഒരു പ്ലേറ്റ് വടയിൽ കൂടുതലൊന്നുമല്ല. നമ്മൾ ഈ ലോകത്തിലെ ഇപ്പം അമേരിക്കൻ പ്രസിഡന്റോ, അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറിയോ, അതും അല്ലെങ്കിൽ ബ്രൂണൈ സുൽത്താനോ, ഇനി എന്ത് വേണേ നമുക്ക് ചോദിക്കാം. പക്ഷെ അതൊക്കെ ആത്മീയ പരിപ്രേക്ഷ്യത്തിൽ ഒരു പാത്രം വടയ്ക്കപ്പുറം ഒന്നുമല്ല. ഇതൊക്കെ എന്താണ്? ക്ഷണികമാണ്. അല്പകാലത്തേക്ക് മാത്രമുള്ളതാണ്. അതിനുശേഷം അല്ലേ, അമേരിക്കൻ പ്രസിഡന്റുമാരുടെയൊക്കെ കാലാവധി 4 വർഷമാണ്. വേണമെങ്കിൽ അവർക്ക് ഒരു തവണ കൂടി ജീവിക്കാം. 8 വർഷം. അതിനുശേഷം അവർ വിസ്മൃതിയിലേക്ക് പോകുന്നു. രോഗബാധിതനായി അവർ മരിക്കുന്നു. റൊണാൾഡ് റീഗനൊക്കെ മരിച്ചത് മേധാക്ഷയം വന്നിട്ട് പാർക്കിൻസൺ രോഗമൊക്കെ വന്ന് വിറച്ച് വിറച്ചാ മരിക്കുന്നത്. അങ്ങനെ എന്തോ ഒരു രോഗമായിരുന്നു അദ്ദേഹം. ജോർജ് ബുഷൊക്കെ എവിടെയുണ്ടെന്ന് പോലും നമുക്കറിയില്ല. അദ്ദേഹം മീൻ പിടിക്കുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അവധിക്കാലത്ത് മീൻ പിടിച്ച് ജീവിക്കുകയാണ് അദ്ദേഹം. വിനോദത്തിന് വേണ്ടി. അല്ലാണ്ട് അദ്ദേഹം മീൻ ഒരു തൊഴിലാക്കി എന്നല്ല പറഞ്ഞേ. തന്റെ അവധിക്കാലം ആസ്വദിക്കാൻ വേണ്ടി അദ്ദേഹം ഫിഷിംഗ് ഒക്കെ ചെയ്ത് ഇങ്ങനെ പോകും. ലോകത്ത് ഒരുപാട് യുദ്ധമൊക്കെ നടത്തിയ. ഏതായാലും നമ്മുടെ ഖട്വാങ്കൻ ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള പ്രലോഭനങ്ങളും ഉണ്ടായില്ല. അദ്ദേഹം വട ചോദിച്ചില്ല, രാജ്യം ചോദിച്ചില്ല, അധികാരം ചോദിച്ചില്ല, ധനവും സമ്പത്തും ചോദിച്ചില്ല. അദ്ദേഹത്തിന് ചോദിക്കാനുണ്ടായിരുന്നത് മുക്തിയായിരുന്നു. മുക്തി ലഭിക്കില്ല എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം ഗംഭീരമായ മറ്റൊരു ചോദ്യം ചോദിച്ചു. എന്താണത്? എനിക്കിനി എത്ര ദിവസങ്ങൾ ബാക്കിയുണ്ട് ഈ ഭൂമിയിൽ? ഇതാണ് ശരിയായ ചോദ്യം. നമ്മൾ എപ്പോഴും മറന്നു പോകുന്ന ഒരു ചോദ്യം. നമ്മൾ എന്താ മറന്നു പോകുന്നത്? എനിക്കൊരു അവസാനമുണ്ട് എന്ന് തന്നെ നമ്മൾ മറന്നു പോകും. അഥവാ ഒരു അവസാനമുണ്ടെങ്കിൽ അത് എന്നോ സംഭവിക്കേണ്ടതാണ് എന്ന് നമ്മൾ വിചാരിക്കും. അതിവിദൂരമായ ഒരു ഭാവിയിലെങ്ങാനും സംഭവിക്കേണ്ടതാണെന്ന് വിചാരിക്കും. അത്രയ്ക്കൊന്നുമില്ല. ദിവസങ്ങളാക്കി വേണം ചുരുക്കാൻ. വർഷങ്ങളോ മാസങ്ങളിലോ ഒരിക്കലും നമ്മൾ നമ്മുടെ ആയുസ്സിനെ ഗണിക്കരുത് കേട്ടോ. 80, 90 വർഷം എന്നൊക്കെ നമ്മൾ വെറുതെ പറയുകയാണ്. ദിവസങ്ങളാക്കി നോക്ക്. അപ്പൊ അറിയാം ശരിക്കുള്ള ആയുസ്സിന്റെ വ്യാപ്തി. കാര്യം ദിവസമാണ് യാഥാർത്ഥ്യം. വർഷം എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് നൗണാണ്. അതൊരു മതിഭ്രമം ഉണ്ടാക്കുന്ന വാക്കാണ് വർഷം. സത്യമെന്ന് പറഞ്ഞാൽ ഈ ദിവസമാണ്. 24 മണിക്കൂറായിട്ട് നാം അനുഭവിക്കുന്ന 8, 8, 8 എന്ന് നമ്മൾ അനുഭവിക്കുന്ന 8 മണിക്കൂർ ഉറക്കം, 8 മണിക്കൂർ ഉണർന്നിരിക്കുന്നു, 8 മണിക്കൂർ വിനോദം. ഇങ്ങനെ നമ്മൾ അനുഭവിക്കുന്നതാണ് ഈ ശരിക്കുള്ള ടൈം എന്ന് പറയുന്നത്. അപ്പം ആയുസ്സിനെ ദിവസങ്ങളാക്കുമ്പോൾ അത് വളരെ കുറഞ്ഞതായിട്ട് നമുക്കറിയാൻ പറ്റും. അത് വളരെ ക്ഷണികം പോലെ നമുക്ക് അനുഭവപ്പെടും. രാജാവ് ചോദിച്ചു, എനിക്കിനി എത്ര ദിവസങ്ങൾ ബാക്കിയുണ്ട്? അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞ മറുപടി എന്താണ്? ദിവസങ്ങളൊന്നും ബാക്കിയില്ല. ഒരേ ഒരു മുഹൂർത്തം മാത്രമേ ബാക്കിയുള്ളൂ. മുഹൂർത്തം എന്ന് പറഞ്ഞാൽ 24 മിനിറ്റ്. തനിക്ക് 24 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞ രാജാവ് പറഞ്ഞു, എത്രയും പെട്ടെന്ന് എന്നെ തിരിച്ച് എന്റെ സ്വധാമത്തിൽ എത്തിക്കൂ എന്ന് പറഞ്ഞു. 12 മിനിറ്റാണ് എടുത്തത്. 12 മിനിറ്റ് കൊണ്ട് അദ്ദേഹം തിരികെ എത്തി. ഇനി അവശേഷിക്കുന്നത് വെറും 12 മിനിറ്റ്. ആകെയുള്ളതിൽ പകുതിയും യാത്രയിൽ പോയി. ഇനിയുള്ളത് ശേഷിക്കുന്നത് 12 മിനിറ്റ്. ഒരു മനുഷ്യ ആയുസ്സിനെ അതിന്റെ സാഫല്യത്തിലെത്തിക്കാൻ ഇനി ഖട്വാങ്കന് മുമ്പിൽ അവശേഷിച്ചിരിക്കുന്നത് 12 നിമിഷം. ഉടൻ തന്നെ അദ്ദേഹം പത്മാസനത്തിലിരുന്നു, സ്ഥിരസുഖാസനത്തിലിരുന്നു. ഹൃദയത്തെ ഈശ്വരന്റെ പത്മങ്ങളിൽ പാദാരവിന്ദങ്ങളിൽ കൊണ്ട് ആത്മസമർപ്പണം ചെയ്തു. 12 നിമിഷങ്ങൾ. മറ്റൊന്നുമില്ല. കാമമില്ല, ക്രോധമില്ല, ദുഃഖമില്ല, മതമില്ല, മാത്സര്യമില്ല, ഒന്നുമില്ല. എല്ലാ തെറ്റുകളും അദ്ദേഹത്തോട് മറ്റുള്ളവർ ചെയ്ത എല്ലാ തെറ്റുകളും പൊറുക്കപ്പെട്ടു. അദ്ദേഹം മറ്റുള്ളവരോട് ചെയ്തിരിക്കുന്ന എല്ലാ തെറ്റുകൾക്കും മാപ്പ് അപേക്ഷിക്കപ്പെട്ടു.
തനിക്ക് ജീവിതത്തിൽ സംഭവിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃതജ്ഞത അർപ്പിക്കപ്പെട്ടു. ഇതെല്ലാം നിമിഷാർദ്ധങ്ങൾ കൊണ്ട് നടന്നു. ഇതാണ് ചിത്തശുദ്ധി. ചിത്തശുദ്ധിയുള്ള ഒരു മനുഷ്യൻ മാപ്പ് അപേക്ഷിക്കും. ചിത്തശുദ്ധിയുള്ള ഒരു മനുഷ്യൻ മാപ്പ് നൽകും. ചിത്തശുദ്ധിയുള്ള ഒരു മനുഷ്യന്റെ ഉള്ളിൽ കൃതജ്ഞത ഓളം തല്ലും. ഓളം വെട്ടി നിൽക്കും. കൃതജ്ഞതാ നിർഭരമായിരിക്കും ആ മനുഷ്യന്റെ ഹൃദയം. അപൂർവങ്ങളിൽ അപൂർവമായ മനുഷ്യജന്മം സിദ്ധിച്ചതിന്റെ സാഫല്യമാണ് അവിടെ നടക്കാൻ പോകുന്നത്. തന്റെ ഹൃദയത്തിൽ മറ്റൊരു ചിന്തയുമില്ല. ഈശ്വരപാദങ്ങൾ മാത്രം അദ്ദേഹം ധ്യാനിച്ച് ആ പാദങ്ങളിൽ തന്റെ ഹൃദയത്തെ സമ്പൂർണ്ണ സമർപ്പിച്ചു. 12 നിമിഷങ്ങൾ പൂർത്തിയായപ്പോൾ ഖട്വാങ്കിന് മോക്ഷം ലഭിച്ചു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എപ്രകാരം ഹൗ ടു ലീവ്, എങ്ങനെ മരിക്കാം, എങ്ങനെ ഇവിടുന്ന് പോകാം. സത്യം പറഞ്ഞാൽ ഹൗ ടു ലിവും ഹൗ ടു ലീവും ഒന്ന് തന്നെയാണ്. എങ്ങനെ ഇവിടെ ജീവിക്കണമെന്ന് അറിയണമെങ്കിൽ എങ്ങനെ ഇവിടുന്ന് പോകണമെന്നറിയണം. എങ്ങനെ പോകണമെന്ന് അറിഞ്ഞാൽ എങ്ങനെ ജീവിക്കണമെന്നുള്ളതിന്റെ ഉത്തരമായി. പിന്നെ നമ്മൾക്ക് തെറ്റ് സംഭവിക്കാത്ത രീതിയിൽ നമ്മളവിടെ ജീവിക്കാം. നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം, നമ്മളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കണം. നമ്മൾ എപ്പോഴും പ്രപഞ്ചത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എനിക്കിനി എത്ര ദിവസങ്ങൾ ബാക്കിയുണ്ട്? ഖട്വാങ്ങിന്റെ കഥയിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങളും കൂടെ ഞാൻ പകർന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ ക്ലാസ്സിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന്, അസ്ഥിരത അനിവാര്യതയെ കൊണ്ടുവരുന്നു. ഖട്വാങ്ങിനിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം എന്താണ്? അസ്ഥിരത അനിവാര്യതയെ കൊണ്ടുവരുന്നു. ഈ ലോകം അസ്ഥിരമാണെന്നറിഞ്ഞാൽ നമ്മളിൽ ഒരു അർജൻസി, ഒരു സെൻസ് ഓഫ് അർജൻസി ഉണ്ടാകുന്നു. ഈ സെൻസ് ഓഫ് അർജൻസി ഉണ്ടായാൽ നമ്മൾ വേണ്ടത്ര തീഷ്ണതയിൽ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് എന്തുകൊണ്ടാണ് കാശ്മീർ സുന്ദരമായി അനുഭവപ്പെടുന്നത്? നമ്മൾ അവിടെ 5ഓ 6ഓ ദിവസങ്ങൾ മാത്രം ചെലവഴിക്കുന്നത് കൊണ്ട്. നേരെ മറിച്ച് അവിടെ ജനിച്ചു വളർന്ന മനുഷ്യർക്ക് അതൊന്നും അത്ര വലിയ കാഴ്ചയല്ല. അവർക്ക് കാഴ്ച ഒരുപക്ഷെ വല്ല മരുഭൂമിയിലും പോകുമ്പോഴായിരിക്കും. അപ്പൊ ജനിച്ച് മുതൽ കാണുന്ന കാഴ്ചയിൽ നമുക്ക് എന്ത് നഷ്ടപ്പെടും? ആ വൗ ഫാക്ടർ നഷ്ടപ്പെടും. അല്ലെങ്കിൽ ആശ്ചര്യം എന്ന് പറയുന്ന ഒരു അനുഭൂതി നഷ്ടപ്പെടും. അപ്പോ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ എന്ന് അറിഞ്ഞാൽ ഒരു നിമിഷം പോലും നമ്മൾ കിടന്നുറങ്ങുകയില്ല, അല്ലേ? കാശ്മീരിൽ നമ്മൾ ടൂർ പോയി, അല്ലെങ്കിൽ അതുപോലെ ഒരു ഡെസ്റ്റിനേഷനിൽ ടൂർ പോയി. സ്വിറ്റ്സർലൻഡിലെ ആൽപ്സ് പർവ്വതം കാണാനോ അതുപോലെ എവിടെയെങ്കിലുമൊക്കെ ടൂർ പോയിട്ട് നമ്മൾ കിടന്നുറങ്ങുമോ റൂമിൽ? ഉറങ്ങാൻ സാധിക്കുമോ നമുക്ക്? എന്താ സാധിക്കാത്തത്? ഒന്ന്, നമ്മൾ അത്രയും കാശ് മുടക്കിയാണ് അവിടെ പോയിരിക്കുന്നത്. 2, അവിടെ നമുക്ക് ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ സമയം ആവശ്യത്തിന് മാത്രമേ ഉറങ്ങുകയുള്ളൂ. മുഴുവൻ സമയവും, അല്ലെങ്കിൽ ഏറ്റവും നല്ല സമയം നമ്മൾ എന്തിനു വിനിയോഗിക്കും? ആസ്വാദനത്തിന്, ആശ്ചര്യപ്പെടാൻ വേണ്ടി നമ്മൾ വിനിയോഗിക്കും. ഇത് തന്നെയാണ് ഈ ഭൂമിയും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാശ്മീർ പോലെയോ സ്വിറ്റ്സർലൻഡ് പോലെയോ യാത്ര പോലെയോ തന്നെയാണ് ഒരു വെക്കേഷനാണ് ഈ ഭൂമിയും. ഭൂമിയിൽ എന്തുകൊണ്ട് നമ്മൾ ആശ്ചര്യത്തിൽ ജീവിക്കണം? ഭൂമിയിൽ എന്തുകൊണ്ട് നമ്മൾ ഒരു സെൻസ് ഓഫ് അർജൻസിയിൽ ജീവിക്കണം? 2 കാര്യങ്ങൾ കൊണ്ട്. ഒന്ന്, നമ്മൾ കാശ് മുടക്കി സ്വിറ്റ്സർലൻഡിൽ പോയി എന്ന് പറഞ്ഞില്ലേ? അതുപോലെ തന്നെ പുണ്യമാണ്, മഹാപുണ്യത്തിന്റെ ഫലമാണ് ഈ മനുഷ്യജന്മം. വെറുതെ കിട്ടിയതല്ല. വെറുതെ കിട്ടാനും പോകുന്നില്ല. മനുഷ്യജന്മം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയും നിങ്ങൾ തപിച്ചിട്ടുണ്ട്. അത്രയും നിങ്ങൾ പുണ്യം ശേഖരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കോളൂ. പുണ്യവും പാപവും മിശ്രിതമാണെങ്കിൽ പോലും പുണ്യത്തിന്റെ ഫലമാണ് മനുഷ്യജന്മം. ആചാര്യസ്വാമികൾ പറഞ്ഞിട്ടില്ലേ? രണ്ടാമത്, നമ്മൾ അവിടെ എത്തിയിരിക്കുന്നത് എന്തിനാണ്? നമുക്ക് എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. സ്വിറ്റ്സർലൻഡിൽ ഒരു കൊല്ലോ 2 കൊല്ലോ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഉറങ്ങിയിട്ടൊക്കെ കണ്ടാൽ മതി. പക്ഷേ ദിവസങ്ങൾ, ഏതാനും ദിവസങ്ങൾ, വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഭൂമിയിലും. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ആയുസ്സിനെ ദിവസങ്ങളിലേക്ക് മാറ്റും നിങ്ങൾ. അപ്പൊ അറിയാം തനി അതിന്റെ ഒരു അപ്പൊ അതിന്റെ ചെമ്പ് തെളിയും. നമ്മളൊരു നീണ്ട ആയുസ് നമ്മുടെ മുമ്പിലുണ്ടെന്ന് ധരിക്കുന്നതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ ഈ 2 കാരണങ്ങളാൽ ഭൂമിയിലെ ജീവിതവും ഒരു വെക്കേഷന് സമാനമാണ്. അത്രയും ക്ഷണികമാണ്. അപ്പം അസ്ഥിരത അനിവാര്യതയെ കൊണ്ടുവരുന്നു. ഇതാണ് ഖട്വാങ്ങിൽ നിന്ന് ഒന്നാമതായി നമ്മൾ പഠിക്കേണ്ടത്. രണ്ടാമത്, അദ്ദേഹത്തിന്റെ വരം. അദ്ദേഹം ചോദിച്ചത് എന്താണ്? എനിക്ക് മുക്തി വേണമെന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പം അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തുണ്ട്? മനസ്സിൽ ഈ ഒരു
അതായത് ഈശ്വര സാമീപ്യം വേണമെന്നാണ് അദ്ദേഹം ചോദിച്ചത്. അത് മുക്തി തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആദ്യത്തെ മുൻഗണനയിൽ ആദ്യമുള്ളത് എന്താണ്? സർവേശ്വരന്റെ സാന്നിധ്യമാണ്. സർവേശ്വരന്റെ സാന്നിധ്യമാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത്. അതുകൊണ്ട് സത്യം എന്താണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് പോകാനുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ പാഠം. നമ്മൾ എപ്പോഴും സത്യത്തെ ആദ്യത്തെ നമ്മുടെ മുൻഗണനയിൽ കൊണ്ടുവരണം. മൂന്നാമതായി ഒരു നിമിഷത്തിന്റെ പ്രാധാന്യം. അല്ലെ, അദ്ദേഹത്തിന് കിട്ടിയത് എന്താണ്? വെറും 12 മിനിറ്റ് ആണ്. ഒരു ജീവിതത്തിന്റെ സാഫല്യത്തിനായി അദ്ദേഹത്തിന് മുമ്പിൽ അവശേഷിച്ചിരുന്നത് വെറും 12 മിനിറ്റ്. അത് മതിയായിരുന്നു അദ്ദേഹത്തിന്. അതുപോലൊരു സാധകനെ സംബന്ധിച്ച് 12 മിനിറ്റ് വേണ്ടതായിരുന്നു, അല്ലെങ്കിൽ വേണ്ടതിലധികമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മള് സമയത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇനി സമയം ഇത്രയൊക്കെ പോയി, ഇനി എന്ത് ചെയ്യാനെന്ന് നമ്മൾ വിചാരിക്കരുത്. ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം കൊടുത്തേക്കുക. സമ്പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് സമർപ്പിക്കാൻ സാധിക്കുമോ? ഒരു നിമിഷമെങ്കിലും 24 മണിക്കൂറിൽ ഒരു നിമിഷമെങ്കിലും അതിലേക്ക് മാറ്റിവെക്കാൻ പറ്റുമോ? നമ്മൾ അതുപോലും ചെയ്യാത്തതിന്റെ പ്രശ്നമാണ്. 24 മിനിറ്റ് ഉണ്ട്. 24 മണിക്കൂറാണ് നമുക്ക് ഒരു ദിവസം എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഏതാനും മാത്രകൾ, ഏതാനും നിമിഷങ്ങൾ, ഏതാനും മിനിറ്റുകൾ നമുക്ക് സത്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ പറ്റുമോ? സത്യത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കാൻ പറ്റുമോ? ഈശ്വരനെ കുറിച്ച് മാത്രം അനുസന്ധാനം ചെയ്യാൻ സാധിക്കുമോ? ആ നിമിഷങ്ങളുടെ തീവ്രതയിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമോ? ഇതാണ് ചോദ്യം. ഇതാണ് ഖട്വാംഗം പഠിപ്പിക്കുന്നത്. സമയം പോയിന്നോ സമയമില്ല എന്നുള്ളതോ ഒരു ഒഴിവ് കഴിവേ അല്ല. അതൊരു എക്സ്ക്യൂസേ അല്ല. എക്സ്ക്യൂസ് ആയിരുന്നെങ്കിൽ 24 മിനിറ്റ് മാത്രം ബാക്കിയുള്ള ഖട്വാംഗൻ എന്ത് ചെയ്യാമായിരുന്നു? എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. വേണമെങ്കിൽ വീട്ടിൽ കൊട്ടാരത്തിൽ പോയി കുറച്ച് പായസം എടുത്തു കുടിക്കാം. മധുരം കഴിച്ച് മരിക്കാം. അതുമല്ലെങ്കിൽ തന്റെ ഭാര്യയെ പോയി കാണാം. അല്ലെങ്കിൽ തനിക്ക് ചുറ്റുമുള്ള അന്തഃപുര സ്ത്രീകളിലെ പോയി കാണാം. ഇങ്ങനെ ഒരു ലൗകികം ചെയ്യുന്ന എന്തും അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നു. ചെയ്തില്ല. 12 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത് മതിയായിരുന്നു അദ്ദേഹത്തിന്, ആ സമർപ്പണത്തിന്. ഇപ്പൊ സമയമില്ല എന്നുള്ളത് ഒരു ഒഴിവ് കഴിവെയല്ലെന്ന് ഖട്വാംഗൻ പഠിപ്പിക്കുന്നു. പിന്നെയുള്ളത് ജീവിതം ഒരു ലിമിറ്റഡ് മെറ്റീരിയൽ എക്സ്പീരിയൻസ് ആണ്. ഇത് ഖട്വാംഗന്റെ ബോധ്യമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം രാജ്യമോ അധികാരമോ പണമോ ധനമോ ഒന്നും ചോദിക്കാതെ, ആയുസ് പോലും കൂട്ടി ചോദിക്കുന്നില്ല. 12 എന്നുള്ളത് എനിക്ക്, അല്ല 24 എന്നുള്ളത് എനിക്ക് 24 ദിവസമാക്കി തരാവോ? അത്തരം ചോദ്യങ്ങളൊന്നും ഖട്വാംഗനിൽ നിന്ന് വരില്ല. എന്തുകൊണ്ടാണ്? ഇത് തന്നെയാണ് 24 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പോകുന്നത് തന്നെയാണ് നമ്മൾ 24 ദിവസം കൊണ്ട്, 24 വർഷം കിട്ടിയാലും ഒക്കെ ഇങ്ങനെ തന്നെ നമ്മൾ ജീവിക്കൂ. അതുകൊണ്ട് ഇത് ആയുസ്സിന്റെ ഒരുപാട് നീളത്തിലല്ല കാര്യം. അത് എത്രമാത്രം അഗാധമായി നമ്മൾക്കത്, ഹൗ ഡീപ് വി ഗോ, ഹൗ ലോങ് വി ഗോ അല്ല, ഹൗ ഡീപ് വി ഗോ, എത്രമാത്രം ആഴത്തിൽ സഞ്ചരിക്കുന്നു എന്നാണ്. ആ അഗാധതയ്ക്കാണ് അവിടെ പ്രാധാന്യം. പിന്നെ ഒരു പ്രധാനപ്പെട്ട പാഠം കൂടി ഖട്വാംഗ മഹാരാജാവ് പഠിപ്പിക്കുന്നുണ്ട്. എന്താണ്? ആത്മീയത എന്ന് പറയുന്നത് സരളമാണ്, ലളിതമാണ്, ഋജുവാണ്. എന്താണ് അങ്ങനെ പറഞ്ഞാൽ അർത്ഥം? ഏവർക്കും പ്രാപ്യമാണ്. അതിൽ യാതൊരു ദുർഗ്രാഹ്യതയില്ല, യാതൊരു ക്ലിഷ്ടതയില്ല, യാതൊരു സാങ്കേതികതയുമില്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ആധ്യാത്മികത എന്ന് പറയുന്നത് നമ്മുടെ ജന്മാവകാശമാണ്. ആത്മീയത എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും, ഈ ഭൂമിയിലെ ഏത് ദിശയിലുള്ള മനുഷ്യരായിക്കോട്ടെ, പാശ്ചാത്യനോ പൗരസ്ത്യനോ ആരുമായിക്കൊള്ളട്ടെ, സ്ത്രീയോ പുരുഷനോ ആരുമായിക്കൊള്ളട്ടെ, പണ്ഡിതനോ പാമരനോ, നമ്മുടെ എല്ലാം ജന്മാവകാശമാണ് ആത്മീയത, അല്ലെങ്കിൽ സത്യസാക്ഷാത്കാരം, അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ജന്മാവിഷ്കാരമാണ്, അല്ലെങ്കിൽ ജന്മാവകാശമാണ്. അതിന്റെ കങ്കാണിയായിട്ട് അവിടെ ആരും നിൽപ്പില്ല. നമുക്കും ഈശ്വരനും ഇടയ്ക്ക് ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് അത്ര ഋജുവാണ്, അത്ര ലളിതമാണ്, അത്ര സമീപസ്ഥമാണ്, അത്ര സന്നിഹിതമാണ്. അതുകൊണ്ട് ആത്മീയതയ്ക്ക് തൊങ്ങൽ ചേർത്തുകൊണ്ട് ഭ്രമിപ്പിക്കാനായി വരുന്ന കപടഗുരുക്കന്മാരെ കരുതിയിരുന്നോളൂ എന്നൊരു പാഠം കൂടി ഖട്വാംഗന്റെ കഥ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു ഗുരുവിന്റെയും, അല്ലെങ്കിൽ ഇപ്പൊ ബ്രഹ്മർഷിയെ പോലൊരു ഗുരു പരീക്ഷത്തിന് കിട്ടി. പക്ഷെ ഖട്വാംഗ രാജാവിനെ സംബന്ധിച്ച് അത്തരമൊരു ഗുരുവിന്റെ സാന്നിധ്യം കൂടിയില്ല.
അദ്ദേഹത്തിന്റെ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് കപട ഗുരുക്കന്മാരുടെ ആവശ്യം പോലും അദ്ദേഹത്തിനില്ല. ഇതിനിടയ്ക്ക് മറ സൃഷ്ടിക്കാൻ ആത്മീയത അത്ര ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നിരിക്കെ അതിന് ഒരുപാട് ചടങ്ങുകളും, ഒരുപാട് ക്രിയകളും, ഒരുപാട് ദീക്ഷകളും ഒക്കെ ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഒരു നൂതന സംസ്കാരം നമുക്ക് ചുറ്റും രൂപപ്പെടുന്നുണ്ട്. അവിടെ നമുക്ക് ഈ ഒരു കഥ വെളിച്ചമായി വരണം. ഖട്വാംഗ മഹാരാജാവിന്റെ കഥ വെളിച്ചമായി വരണം. സമീപസ്ഥമാണ് ആത്മാവെന്ന് പറയുന്നത്, ആത്മീയത എന്ന് പറയുന്നത്. നമ്മളുടെ കണ്ണ് തുറന്നാൽ മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാം, ആത്മീയത അത്ര ലളിതവും സരളവുമാണെങ്കിൽ എന്തിനാണ് ഇത്രയേറെ തപസ്സും, ഇത്രയേറെ കാലതാമസവും എന്നൊക്കെ ചോദിക്കാം. അതൊന്നും സത്യത്തിന്റെ ദർശനത്തിനുള്ള തടസ്സമല്ല. സത്യം അവിടെ എപ്പോഴും സന്നിഹിതമാണ്. നമ്മുടെ മനസ്സിന്റെ കണ്ണാടി പൊടി വന്ന് മൂടിയിരിക്കുന്നത് കൊണ്ട് സത്യത്തെ പ്രതിബിംബിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ കണ്ണാടി തുടച്ച് ശുദ്ധമാക്കൂ. അതിന് മറ്റാരുടെയും അനുവാദം ആവശ്യമില്ല. നമുക്ക് തന്നെ അത് തുടച്ച് ശുദ്ധമാക്കാം. ഈശ്വരനാമം കൊണ്ടും വിവേക വൈരാഗ്യങ്ങൾ കൊണ്ടും എല്ലാം, ആത്മനിയന്ത്രണം കൊണ്ടും എല്ലാം നമുക്ക് തന്നെ അത് തുടച്ച് ശുദ്ധമാക്കാം. ഉദ്ധരേത് ആത്മനാത്മാനം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ തന്നെ വേണം നിങ്ങളെ ഉയർത്താൻ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെ നമ്മൾ വേദവാക്യമാക്കി എടുക്കൂ. എന്നിട്ട് മനസ്സിന്റെ കണ്ണാടി തുടച്ച് ശുദ്ധമാക്കി അതിനെ അവിടെ വെച്ചാൽ അവിടെ പ്രതിബിംബിക്കും സത്യം. അതാണ് ആത്മീയത എന്നുകൂടി ഖട്വാംഗന്റെ ഈ ചരിതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ആത്മീയത ലളിതമാണ്, സമീപസ്ഥമാണ്, ഋജുവായിട്ടുള്ള വഴിയാണ്. വളവുകളൊന്നുമില്ല, നേർക്ക് നേർ കയറിപ്പോകാം. അപ്പോ പ്രധാനമായിട്ട് ഇത്രയും പാഠങ്ങളാണ് ഖട്വാംഗ മഹാരാജാവിന്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതാണ് ഈ ഒരു ശ്ലോകത്തിന്റെ താല്പര്യം. ജീവിതത്തിന്റെ അസ്ഥിരതയെക്കുറിച്ച് ഇത് വായിക്കുന്ന ഇത് മനനം ചെയ്യുന്ന ഒരു സാധകന് ബോധ്യം വരണം. ഈ നളിനീദളത്തിലിരിക്കുന്ന ജലം എത്രമാത്രം തരളമാണോ അതുപോലെ അതിശയകരമാവണ്ണം ചപലമാണ് ജീവിതമെന്ന് ഒരു സാധകന് ബോധ്യം വരണം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ശ്ലോകം. അതിനു വേണ്ടിയിട്ടാണ് പരീക്ഷത്തിന്റെയും ഖട്വാംഗ മഹാരാജാവിന്റെയും കഥ നമ്മളിവിടെ മനനം ചെയ്തത്. ഇത് നമ്മൾ ഓരോരുത്തരിലും പ്രവർത്തിക്കണം. നമ്മളിൽ ഓരോരുത്തരിലും പ്രവർത്തിച്ച് നമ്മളിൽ എന്താണ് ഇംപെർമനൻസ്, എന്താണ് അസ്ഥിരത എന്ന് നമുക്ക് ബോധ്യം വരണം. ബോധ്യം വന്നു കഴിഞ്ഞാൽ പരീക്ഷത്തിന്റെയും ഖട്വാംഗന്റെയും മാതൃക നമ്മൾ പിന്തുടരണം. ഈശ്വരപാദങ്ങളിലേക്ക് 7 ദിവസവും 7 രാത്രികളും പരീക്ഷത്തിന്, ഈശ്വരപാദങ്ങളിലേക്ക് വെറും 12 നിമിഷങ്ങൾ ഖട്വാംഗന്. ഒരുപക്ഷെ നമുക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അത്ര പോലും വേണ്ടി വരില്ല. കാര്യം അത് അത്രയും സമീപസ്ഥമാണ്, അത്രയും സന്നിഹിതമാണ്. നമ്മളും അതും തമ്മിൽ വ്യത്യാസമേ അവിടെയില്ല. സത്യം എന്ന് പറയുന്നത്, ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമിടിപ്പാണ്. നമ്മളെക്കാൾ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന നമ്മളുടെ നിജസ്വരൂപമാണ്. നമ്മളുടെ അവസ്ഥയല്ലത്, നമ്മളുടെ സ്ഥിതിയാണ്, നമ്മൾ തന്നെയാണ്. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് അവശേഷിക്കുക? ഈ ലോകത്തിന്റെ നശ്വരത കണ്ട്, ഈ ലോകം ക്ഷണികമാണെന്നത് കണ്ട് അതിനെ നമ്മൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ, അത് നമ്മളെ ഉപേക്ഷിക്കുന്നതിന് മുമ്പ് നമ്മൾ ലോകത്തെ ഉപേക്ഷിച്ചില്ലെങ്കിൽ, മനസ്സുകൊണ്ട് അതിനെ പിടിവിട്ടില്ലെങ്കിൽ പിന്നെ എന്തേ അവശേഷിച്ചിട്ടുള്ളൂ? അതാണ് ശേഷിച്ച 2 സ്റ്റാൻസ പറഞ്ഞത്. എന്താണ്? വിധി വ്യാധ്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്. നിങ്ങൾക്ക് അതിനോടുള്ള മമത പോയിട്ടില്ലെങ്കിൽ അറിഞ്ഞുകൊള്ളൂ, ശരീരത്തിന്റെ വ്യാധിയാലും മനസ്സിന്റെ അഹംബോധത്താലും ഈ ലോകം ശോകഗ്രസ്തമാണ്. സകല ജീവജാലങ്ങളും സംതപ്തരാണ്. എങ്ങനെ? ദുഃഖത്താൽ. മനുഷ്യനും മറ്റു ജീവരാശികളും ദുഃഖിക്കുന്നു, വേദനിക്കുന്നു. ഇത് രണ്ടും നമുക്ക് നിഷേധിക്കാനാവാത്ത അനിഷേധ്യമായ സത്യമാണ്. സകല ജീവരാശികളും, മനുഷ്യനും നാൽക്കാലികളും പക്ഷികളും എല്ലാം, ഉരകങ്ങളും എല്ലാം ഒരുപോലെ വേദന അനുഭവിക്കുന്നു. മനുഷ്യൻ ഒരുപടി മുന്നോട്ട് കടന്ന് മനസ്സിന്റെ വേദനയും കൂടെ അനുഭവിക്കുന്നു. അത് അവരുടെ അഹംബോധമാണ്.
പിന്നീട് ശേഷിക്കുന്നത് ഈ അഹംബോധം മാത്രമായിരിക്കും. ഗംഭീരമായ ഒരു ഓർമ്മപ്പെടുത്തലിലൂടെ ആചാര്യസ്വാമികൾ ആ ശ്ലോകം അവസാനിപ്പിക്കുന്നു. ലോകത്തിന്റെ നശ്വരതയെ കണ്ടിട്ട്, ഇതെല്ലാം കടന്നു പോകുന്നതാണെന്ന് അറിഞ്ഞിട്ട്, ഇതെല്ലാം ഒരു സ്വപ്നം മാത്രമെന്നറിഞ്ഞിട്ട്, സ്വപ്നമല്ലാത്തത്, യാഥാർത്ഥ്യമായത് സർവേശ്വരനാണെന്നറിഞ്ഞിട്ട്, സത്യസ്വരൂപമാണെന്നറിഞ്ഞിട്ട്, ആത്മാവാണ് സത്യമെന്നറിഞ്ഞിട്ട് അവിടേക്ക് പ്രവേശിക്കുക. അവസാനം ശുകബ്രഹ്മർഷി പരീക്ഷത്തിന് കൊടുക്കുന്ന ഉപദേശം അതാണ്. കുഞ്ഞേ, ആരും മരിക്കുന്നില്ല. ആർക്കും മരിക്കാൻ സാധ്യമല്ല. കാരണം നീ ശരീരമല്ല. നീ ആത്മാവാണ്. ഈ സത്യം മനസ്സിലാക്കൂ. തക്ഷകൻ ദംശിക്കാൻ പോകുന്നത് നിന്റെ ശരീരത്തിലാണ്. ശരീരം തക്ഷകൻ ദംശിച്ചില്ലെങ്കിലും കാലമാകുന്ന മഹാസർപ്പം അതിനെ ദംശിച്ചു കഴിഞ്ഞു. ശരിക്കും തക്ഷകൻ അവിടെ ഒരു മെറ്റഫറാണ്. എല്ലാവരെയും തക്ഷകൻ ദംശിച്ചിരിക്കുകയാണ്. മുഴുവൻ മനുഷ്യരെയും തക്ഷകൻ ദംശിച്ചു കഴിഞ്ഞു. ഏതാണ് ആ തക്ഷകൻ? കാലം എന്ന തക്ഷകൻ. കാലത്താൽ നമ്മൾ ദംശിക്കപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ ശരീരമല്ല. ശരീരത്തിന് മരിച്ചേ പറ്റൂ. ശരീരം ഭൂമിയിൽ നിന്ന് വന്നതാണ്. ശരീരം വായുവിൽ നിന്നുണ്ടായി. ജലത്തിൽ നിന്നും അഗ്നിയിൽ നിന്നും ആകാശത്തിൽ നിന്നും ഉണ്ടായി. അതിന് പഞ്ചഭൂതങ്ങളിലേക്ക് തിരികെ ലയിച്ചേ മതിയാകൂ. കുറച്ച് അതിന് മധ്യേ ജനനത്തിനും മരണത്തിനുമുള്ള സമയം അത് ബലം പ്രയോഗിച്ച് കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിലെ 28 അല്ലെങ്കിൽ 32 ട്രില്യൺ കോശങ്ങൾ ബലം പിടിച്ച് വെച്ചിരിക്കുകയാണ് അവിടെ. മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ചിതറിപ്പോകും. അത് ചിതറി പഞ്ചഭൂതങ്ങളായി തീരും. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. സാക്ഷാത് പരമാത്മാവ് ശ്രീകൃഷ്ണ പരമാത്മാവ് ശ്രീരാമചന്ദ്രൻ അങ്ങനെ എല്ലാ അവതാരങ്ങൾക്കും അത് സംഭവിച്ചു. കൂർമാവതാരം, മത്സ്യാവതാരം, എല്ലാ അവതാരങ്ങളും മരണത്തിന് മുമ്പിൽ തൊഴുകയോടുകൂടി നിന്നു. ആ നിയമത്തെ ആരും അതിലംഘിക്കാൻ പോയില്ല. ചിരഞ്ജീവികൾക്ക് പോലും മരണമുണ്ട്. അവർക്കൊക്കെ ഓരോ കാലയളവ് നീട്ടിക്കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ആർക്കും മരണത്തിൽ നിന്ന് രക്ഷയില്ല. അതാണ് നിയമം. അതാണ് അതിന്റെ മനോഹാരിത. എന്നും എന്നും ജീവിച്ചിരിക്കുക എന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ ലോകം വളരെ ജീവിക്കാൻ കൊള്ളാത്തതായി പോയേനെ. ജീവിതം ഇത്ര സുന്ദരമായിരിക്കുന്നത് ഇതൊരു താൽക്കാലികമായത് അനുഭവമായതുകൊണ്ട്. ഇതൊരു ക്ഷണികമായ അനുഭവമായതുകൊണ്ടാണ്. ഇതൊരു വെക്കേഷൻ അല്ലേ? ഒരു വിനോദയാത്ര പോലെ സുന്ദരമായിരിക്കും. അങ്ങനെ അറിഞ്ഞ് സത്യത്തെ പ്രാപിക്കും. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഭജഗോവിന്ദത്തിന്റെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത തിങ്കളാഴ്ച വൈകുന്നേരം 8 മണിക്ക് ഒത്തുചേരാം. ഭജഗോവിന്ദത്തിലെ 5ാമത്തെ ശ്ലോകം എന്താണെന്ന് നമുക്ക് കാത്തിരിക്കാം. നമസ്കാരം.